ഹലോ കൂട്ടുകാരെ, സുഖാണോ? വെൽക്കം ടു ആര്യ രാജ്. ഇന്നേ ഒരു പുതിയ സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു 4-5 മാസം കൊണ്ട് ഇതുവരെ അത് വിളവെടുക്കാറേ ഇല്ല. ആ സാധനം ഇപ്പോഴാണത് കാച്ച് പരുവായി കിടങ്ങും. അതൊന്ന് കട്ട് ചെയ്തെടുത്താലോ? കാളകിടക്കും കയറോടും എന്താണെന്നറിയാവോ? പണ്ടുള്ളവരൊക്കെ പഴമൊഴി കളിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കാളകിടക്കും കയറോടും, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, കിക്കിലിക്കും കിലുകിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും, ഉടുപ്പൂരി കിണറ്റിച്ചാടി. അങ്ങനെ 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 ഒരുപാട് കടങ്കഥകൾ നിങ്ങൾക്കും അറിയായിരിക്കും കേട്ടോ. അതുപോലൊരു സാധനമാണ് ഞാൻ ഇന്ന് അടർത്താൻ പോണത്. കാളകിടക്കും കയറോടുന്ന സാധനമേ ഇതാ ഇവിടെയാണ്. ഇത് കണ്ടോ, കയറോടി അങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ വള്ളികളൊക്കെ 4 ഭാഗത്തും അങ്ങനെ പടന്ന് കിടക്കുകയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സാധനം എന്താണെന്ന്. ഇതാ നോക്കിയേ, ഇതിൻ്റെ തണ്ട് വാടി തുടങ്ങി ഏകദേശം. കണ്ടോ, ഇതാണ് സാധനം. കണ്ടോ, ഞാൻ മൂടിയിട്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടുന്ന വളം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കരിയിലയും പച്ചച്ചാണകം. ഇതിൻ്റെ മുകളിൽ പച്ചച്ചാണകം നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കണം. കരിയിലയും ഇട്ട് മൂടിയിട്ടിരിക്കണം. എന്നാൽ നമുക്കിതുപോലെ നല്ല കായകൾ വരും. പക്ഷേ എല്ലാം കായാവണമെന്നില്ല കേട്ടോ. ഒത്തിരി കള്ളപ്പൂക്കൾ വരും. ആ പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരാൻ പോണില്ല. ചിലർ ഇതിനെ പിടിച്ച് ഇങ്ങനെ പരാഗണം ചെയ്യും, ആൺപൂവിനെടുത്ത് പെൺപൂവിലോട്ട്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിജയിച്ചിട്ടില്ല. തനിയെ അത് റെഡിയായി വന്നാലേ ആവത്തുള്ളൂ. പുഴു കുത്താതെ നമ്മൾ മൂടിയിടാം. അത് ഇത്തിരി വലുതായതിന് ശേഷം തീരെ പൊടിയിൽ തന്നെ മൂടിയിട്ടാൽ അത് അഴുവിപ്പോവും. ഞാനതുകൊണ്ട് ഇത് ഇപ്രാവശ്യം ഒന്നും ചെയ്തില്ല. എന്തായാലും ഇല്ലാതെ കിട്ടും നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് സാധനം. കണ്ട പരുവായി. ഇതുപോലെ കല്ലോ എന്തെങ്കിലും വെച്ച് നമ്മളിതിനെ ഉയർത്തി വെച്ച് കൊടുക്കണം. കല്ല് വെച്ചിരിക്കുകയായിരുന്നു. കണ്ട, ഞാനിതിനെ കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, ഇത് നല്ല വട്ടത്തിലുള്ളതാണ്. ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുപോലെയാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല ഗ്രീൻ കളർ, നല്ല പച്ച കളർ. എന്തായാലും ഇതൊന്ന് മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് ചെന്ന് മുറിക്കാം. ഇതാ ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അടിപൊളി. കണ്ടോ, നല്ല ചുവപ്പ് കളറ്. സാധാരണ ചുവന്ന കളറും ഉണ്ട്, മഞ്ഞ കളറും ഉണ്ട്. നല്ല ചുവപ്പും മഞ്ഞയും കൂടെ അടങ്ങിയ നല്ല സ്വർണ്ണ കളറ്. എന്തൊരു ഭംഗി. ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ചതഭാഗമാണ്. കണ്ടോ, ഉള്ളിൽ കുരുക്കൾ കുറവാണ്, കൂടുതലും ചതയാണ്. ഇത് നല്ല ഇനമാണ്. കണ്ടോ, ഇനി അടുത്ത കായ വിത്തിനായിട്ട് മാറ്റി വയ്ക്കണം. നമുക്കേ ഇനി വേറൊരു സാധനം നടാനുണ്ട്. അങ്ങോട്ട് പോയി അതൊന്ന് നട്ടാലോ? ശരി, ഇതാണ് ഞാൻ നടാൻ പോകുന്ന സാധനം. മനസ്സിലായോ? പയറ്, വള്ളിപ്പയർ നട്ടാലോ? ഇവിടെ ഞാനേ ഇന്നലെ വെട്ടി ഇളക്കി 2 ദിവസം കൊണ്ട് കുമ്മായം ഇട്ടിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ കോഴിക്കാരം കൂടെ കൊണ്ടിട്ട്. കണ്ട, കോഴിക്കാരം കിടക്കുന്നില്ല. ഇനി ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇവിടെ അങ്ങ് നടാം. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. പച്ചക്കറിക്കായത്തോപ്പിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പായി മാമുണ്ടു ചായുറങ്ങ്. പച്ചക്കറിക്കായത്തോപ്പിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പായി മാമുണ്ടു ചായുറങ്ങ്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരെറിഞ്ഞു, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരെറിഞ്ഞു. കണ്ടോ, ഇത് നമുക്ക് ഇളക്കി നടാം. നമ്മൾ മൂട്ടിലിത് ഇങ്ങനെ പിതുക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. നല്ല വെയിലും ഉണ്ട്, കന്നിമാസ ചൂട് അതും അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം നോക്കി ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച്
ചാണകപ്പൊടി വിതറി കൊടുക്കാം. പൊടിച്ച് കയറിയതിന് ശേഷം ജൈവവളങ്ങൾ, അടുക്കള വേസ്റ്റോ എല്ലുപൊടിയോ വേപ്പും പുണ്ണാക്കോ എന്ത് വേണം ഇടാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇതൊന്ന് പൊടിച്ച് കയറട്ടെ. ഇത് കുറച്ച് പൊത കൂടെ ഇട്ട് കൊടുക്കാം. ഇതേ നമ്മൾ പെട്ടെന്ന് ഇളക്കി വെയിലത്തോട്ട് നടുമ്പോഴേ ഇച്ചിരി തണൽ ഇതിനാവശ്യമാണ്. അതുകൊണ്ട് കുറച്ച് പൊതയിടാം. കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം. ഒടിഞ്ഞു പോകും. നമ്മൾ വെള്ളം ഇങ്ങനെ തളിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഓസ് വെച്ചൊക്കെ ത്രൂവിലടിച്ച ഇതെല്ലാം ഒടിഞ്ഞു പോകും. എങ്ങനെയുണ്ട് വീഡിയോ? ഇതുപോലെ ഒക്കെ നിങ്ങളും ട്രൈ ചെയ്യണം. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് അടിക്കണം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.